ഇപ്പോൾ കൃപേഷിന്റെ അമ്മ ബാലാമണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, ഒപ്പം സത്യനാരായണൻ അദ്ദേഹമുണ്ട്, ശരത് ലാലിന്റെ പിതാവാണ് അദ്ദേഹമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും ഈ കുടുംബവും ആ വിധി ഇനി ഏതാനും നിമിഷങ്ങൾക്കും ആ വിധി വരും. ആ വിധി കാത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു വൈകാരികമായ രംഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഇപ്പോൾ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അടക്കം സഹോദരിമാർക്കൊപ്പം ഡാനി പോളുണ്ട് കൊച്ചിയിൽ. അവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് വിധി വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവരിലേക്ക് പോകാം. എന്താണ് ഡാനി അവർക്ക് പറയാനുള്ളത്? കാരണം ഒരുപാട് നിയമ പോരാട്ടം നടത്തിയാണല്ലോ ഈ ദിവസത്തിലേക്ക് അവരും എത്തിയത്. ഡാനി കേൾക്കാമോ? ഡാനി, രഞ്ജിത്ത്, തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഒരുപാട് നിയമ പോരാട്ടങ്ങൾ ഈ കാലയളവിൽ അത്രയും അവർ നടത്തിയിരുന്നു. അത് മാത്രവുമല്ല, ഒരുപക്ഷെ സർക്കാരിനോട് തന്നെ ഇതിന് അപ്പീൽ പോകുമ്പോഴെല്ലാം തന്നെ അവർക്ക് ഏറ്റുമുട്ടേണ്ട ഒരു ഘട്ടത്തിലെല്ലാം തന്നെ അവർ എത്തുകയും ചെയ്തു എന്നതാണ് അതിലേറ്റവും എടുത്ത് പറയേണ്ടത്. പലപ്പോഴും ഇത് ഹൈക്കോടതിയിലും എല്ലാം തന്നെയും അവർ ഏറ്റുമുട്ടിയത് വളരെ എടുത്ത് പറയേണ്ട സന്ദർഭങ്ങൾ തന്നെയാണ്. കാരണം അതിലെല്ലാം തന്നെയും അവരുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന തങ്ങളുടെ മക്കൾ അത് ഇല്ലാതായിരിക്കുന്നു. അവർക്ക് നീതി ലഭിക്കണം, അതിൽ നിന്ന് യാതൊരു മാറ്റവും. ഇപ്പോഴും ഇതിൽ കുറ്റക്കാരെന്ന് വിധിക്കുമ്പോൾ പോലും അതിന് ശിക്ഷ പുറത്തേക്ക് വന്നിട്ടില്ല. 12 ശിക്ഷാവിധി ഉണ്ടാകുന്നത്. അപ്പോഴും അവർ പറയുന്നത് പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പ് നൽകിയില്ലെങ്കിൽ തങ്ങൾ തുടങ്ങി വെച്ച ആ പോരാട്ടം, നിയമ പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ അവസാന മിനിറ്റുകളിൽ കോടതിയുടെ വിധി പ്രസ്താവത്തിൻ്റെ ഒരു അവസാന മിനിറ്റുകളിലേക്ക് കടന്നു പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ വിധി വരികയും ചെയ്യും. അപ്പോൾ അവർ ഇതിനു മുൻപ് പ്രതികരിച്ചത് പരമാവധി ശിക്ഷ അവർക്ക് നൽകണം, അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയിലേക്ക് തങ്ങളില്ല. കാരണം ഇതിൽ ബോധപൂർവമായ ചില ഇടപെടലുകളുണ്ട്, പലരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയവർക്കെതിരെ തങ്ങളുടെ നിയമ പോരാട്ടം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വലിയ ഇടപെടൽ ഒരു ഭരണ സംവിധാനം എന്ന രീതിയിലും പാർട്ടി എന്ന രീതിയിലും എല്ലാം തന്നെ CPM നടത്തിയിരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് പിന്നീട് കോടതിയിലേക്കെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളെത്തിയത്. പ്രതികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നതും അതും അവർ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നു. അതൊരു അന്വേഷണ മികവാണ്. പക്ഷേ എല്ലാ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവർക്കെല്ലാം ശിക്ഷ ഉറപ്പാക്കുന്നത് വരെയും തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കോടതിയിൽ നിന്ന് ഇന്നത്തെ ഒരു വിധി പ്രസ്താവത്തിനു ശേഷം അവരൊരു പ്രതികരണത്തിലേക്ക് അടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ചെയ്യുന്നത്. ഇവർക്കൊപ്പം തന്നെയും കോൺഗ്രസിൻ്റെ നേതൃത്വവും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി ശിക്ഷ വധശിക്ഷനാണ് ഉറപ്പ് മനസ്സിൽ വിചാരിക്കുന്നത്. വധശിക്ഷ കോടതി വധശിക്ഷ കൊടുക്കുന്നതാണ്. 14 പ്രതികൾക്കും വധശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ നമ്മൾ നിയമ പോരാട്ടം തുടരും. അതിപ്പോൾ പ്രോസിക്യൂട്ടറായിട്ടും നേതാക്കന്മാരായിട്ട് ആലോചിച്ചിട്ട് ഇല്ലേ ഞങ്ങളെ പോകാൻ നോക്കും. ഒഴിവാക്കിയ പ്രതികൾക്കെതിരെയും അതെ ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഒഴിവാക്കിയ 10 പ്രതികൾക്കെതിരെയും നമ്മൾ പ്രോസിക്യൂട്ടറായിട്ടും വക്കീലുകളായിട്ട് ആലോചിച്ച് പാർട്ടിയായിട്ട് ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാനുള്ള പരിപാടിയാണ് ഉള്ളത്. അത് നേരത്തെയും വ്യക്തമാക്കിയിരുന്നതാണ്. അവർ നിയമ പോരാട്ടം തുടരും എന്നൊരു കാര്യത്തിൽ. അവർക്കൊപ്പം തന്നെയും KPCC ഭാരവാഹികളും ഇവിടേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ നടന്നു പോകുന്നത്. രാഷ്ട്രീയ കേരളം ഇത്രയോടെ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത ഒരു കേസും കൂടിയാണ്. പൊതുവിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ പിതാവ് ഇവിടെ പറഞ്ഞതുപോലെ വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയ്ക്കും അർഹതപ്പെട്ടവരല്ല അവർ. അപ്പോൾ ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒഴിവാക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അവരെയും കൂടി ശിക്ഷിക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുന്നതാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വധശിക്ഷ തന്നെയാണ്. എന്തായാലും ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കോടതി അത് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി പരമാവധി ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മാത്രമേ കോടതിക്ക് ഇനിയുള്ളൂ. അപ്പോൾ ആ ശിക്ഷ വധശിക്ഷയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് കേരള സമൂഹത്തിനും സ്ഥിരം കുറ്റവാളികളായ കൊലയാളികൾക്കും ഒരു താക്കീത് പോലെ ആയിരിക്കണം. ഇനി ഇതുപോലുള്ള കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഈ വിധിയിലൂടെ ഇങ്ങനെ കൊലക്കത്തിയുമായി നടക്കുന്ന ആളുകൾക്കൊരു പാഠമാകണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
കുടുംബത്തിനൊപ്പം എല്ലാ കാലവും കോൺഗ്രസും ഒക്കെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഒരു സംശയമില്ല ഈ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും അതിശക്തമായി ജനപ്രതിനിധികളും MP അടക്കമുള്ള ജനപ്രതിനിധികളും ആ ദിവസം മുതൽ ഇന്ന് വരെയും ഇപ്പോൾ കുടുംബം സൂചിപ്പിച്ചത് മാതിരി പാർട്ടി ഒപ്പം കൂടിയുണ്ട്. എറണാകുളം ജില്ലയിൽ വരുമ്പോൾ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും KPCCയും പാർട്ടിയും ഒപ്പം നിന്നുകൊണ്ടാണ് ഈ നിയമ പോരാട്ടത്തിനെ നമ്മൾ നേരിടുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് മാതിരി ഇതൊരു സന്ദേശം കൂടെ ഇനിയും ഇത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാർക്ക് ഈ ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ ഇതൊരു മാതൃകാപരമായി ഉള്ള ശിക്ഷയായിരിക്കണം. കാരണം നമുക്ക് ഫസലിൻ്റെയും ഷുക്കൂറിൻ്റെയും ഷൊഹീബിൻ്റെയും കൃപേഷിൻ്റെയൊക്കെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഇനി ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമായി രാഷ്ട്രീയ പ്രേരിതമെന്ന് വ്യക്തമാക്കുമ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കൊലപാതകവും നടക്കാതിരിക്കാനുള്ള ഒരു വിധിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. തീർച്ചയായും ഒരു വധശിക്ഷ തന്നെയാണ് നമുക്ക്. രഞ്ജിത്ത്, പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കുന്നു എല്ലാവരും തന്നെയും. കാരണം കോടതിയിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു തീർപ്പുണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ വീണ്ടും കോടതിയെ തന്നെ സമീപിക്കും എന്നൊരു തീരുമാനം നേരത്തെയും പറഞ്ഞിരുന്നതാണ്. അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം 12:15 ഈ കേസിൽ വിധി പ്രസ്താവം നടക്കുന്നത്. രാഷ്ട്രീയ കേരളം ഈ അടുത്ത കാലത്ത് ഇത്ര കണ്ട് ചർച്ച ചെയ്ത ഒരു കേസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. 2 കൊലപാതകങ്ങൾ നടന്നിരുന്നു. CPM നേതൃത്വത്തിൻ്റെ തന്നെ അറിവോടുകൂടി തന്നെ ഇന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നതും CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെയായിരുന്നു. മുൻ MLA അടക്കം ഇതിൽ പ്രതിസ്ഥാനത്ത് ഉണ്ട് എന്നതും നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും 12-15 പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷാവിധി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബാംഗങ്ങൾ അവിടെ സ്മൃതി മണ്ഡപത്തിലുണ്ട്. ശരത് ലാലിനും മറ്റു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവിടെ കുടുംബാംഗങ്ങളുണ്ട്. നമുക്കറിയാം മാതാപിതാക്കളും സഹോദരിമാരും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസം പുലർത്തുന്ന പശ്ചാത്തലമുണ്ട്. ശരത് ലാലിനും കൃപേഷിനും നീതി ലഭിക്കും, ആ കുടുംബത്തിനും അത്തരത്തിൽ നീതി കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത് എന്നുള്ളതാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത നിരവധി ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ഈ കൊലയ്ക്ക് കളമൊരുക്കിയവരും ശിക്ഷാവിധി അർഹിക്കുന്നവരാണ് എന്ന നിലപാട് ഈ കുടുംബാംഗങ്ങൾക്കുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വലിയ പിന്തുണ ആദ്യഘട്ടം മുതലുള്ള 2 കുടുംബങ്ങളാണ് ഇത്. കാരണം നാട്ടിലെ അത്ര മിടുക്കരായ ചെറുപ്പക്കാരായിരുന്നു. അവിടെ പെരുങ്കളിയാട്ടമടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ മുഖ്യ സംഘാടകരായിരുന്നു അവർ.